ഹലോ, അപ്പോൾ നമുക്കിന്ന് സിമ്പിളായിട്ടുള്ളൊരു മീൻ കറി ഉണ്ടാക്കാവേ. ഇത് ഭയങ്കര എളുപ്പമാണ്. ഇതിലേക്ക് വേണ്ടത് 2 പച്ചമുളകും കുറച്ച് വേപ്പില എടുക്കുക. അത് നമുക്ക് മീൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം 6 ചുമന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം പച്ചമുളക് നല്ലോണം ചതച്ചിട്ട് അതിന് മോരിക്കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കല്ലുപ്പ്, ഞാൻ കാണിച്ച ടീസ്പൂണിലെ, പിന്നെ 2 വാളൻപുളി ഇട്ട് കൊടുക്കുക. പിന്നെ 2 കോൽപ്പുളി നല്ലോണം തിരുമ്പിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം അത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സംഭവമാണ്. പിന്നെ കുറച്ച് സമയം മതി. നമ്മളെ കസിൻസ്, ഫ്രണ്ട്സ്, അങ്ങനെ ആരെങ്കിലും അബ്രോഡൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമാണിത്. അതായത് കുറേ ടൈമൊന്നും വേണ്ട, നമുക്ക് ഒരു കുറച്ച് ടൈം കൊണ്ട് നമുക്ക് ഈ മീൻ കറി ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം ഇത് നല്ലോണം തിളച്ച് വരണം. നല്ലോണം തിളച്ച് വന്നതിന് ശേഷം ഞാനിവിടെ ഓൾറെഡി മീനൊക്കെ കഴുകി ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ച് നല്ലോണം ഇത് വേവിക്കാം. അതിനുശേഷം ഈ മൂടി മാറ്റി നമുക്കിതൊന്ന് തുണി കൊണ്ട് ഇങ്ങനെ, ഞാൻ തുണി കൊണ്ടാണ് ഇളക്കണം, ബിക്കോസ് നമ്മളുടെ ആ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാണ്ടിരിക്കാനാണ് സ്പൂൺ യൂസ് ചെയ്യാത്തത്. പിന്നെ കുറച്ച് വേപ്പില, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് നമ്മളുടെ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് അമ്മയുടെ ഒരു ടെക്നിക്കാണ്. അതിനുശേഷം ഇത് നല്ലോണം തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളെ മീൻ കറി റെഡി. ഇത് ഭയങ്കര എളുപ്പമാണ്. ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ, ബ്രോഡുള്ളവർക്കൊക്കെ സുഖമായി ഉണ്ടാക്കാം.